സൃഷ്ടാവായ ദൈവത്തിനും ദൈവത്തിൻ്റെ സൃഷ്ടികളെ ജ്ഞാനത്താൽ പരിപാലിക്കുന്ന യേശു കർത്താവിനും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. എന്താണ് നമ്മുടെ ദുഃഖത്തിന് കാരണം? എവിടെ നോക്കിയാലും ദുഃഖം. എല്ലാവർക്കും പറയുവാനുള്ളത് തങ്ങളുടെ ദുഃഖത്തിൻ്റെ കഥകളാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്കും അകന്നിരിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ ദുഃഖം ബാധിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ ഇത്രയധികം ദുഃഖിപ്പിക്കുവാൻ എന്താണ് കാരണം? പഴയകാല ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇസ്രായേൽ ജനതയുടെ ആ മഹായാത്ര, ദൈവം മനുഷ്യനെ ഏറ്റവും അധികം പ്രഹരിച്ച ഒരു യാത്ര അതുതന്നെയായിരുന്നു. ദൈവത്തെ മനുഷ്യർ ഏറ്റവും അധികം നിന്ദിച്ച യാത്രയും അതുതന്നെയായിരുന്നു. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഏറ്റവും അധികം ജനം കണ്ട യാത്രയും അതുതന്നെയായിരുന്നു. ഈ മഹായാത്രയിലൂടെ ദൈവം മനുഷ്യരിൽ നിന്നും ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ എൻ്റെ ശക്തിയെ കാണുക, അതിൽ വിശ്വസിക്കുക. രണ്ടാമത്തത്, ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി എത്തിച്ചേരുക. എന്നാൽ മനുഷ്യർ കൂടുതൽ കണ്ടത് തങ്ങളുടെ വേദനകൾ, തങ്ങളുടെ വിശപ്പ്, ദൈനംദിന ജീവിതങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. ആദാമിന് സംഭവിച്ചതും ഇതുതന്നെയായിരുന്നു. തൊട്ടരികിൽ നിത്യജീവൻ്റെ ഫലവൃക്ഷവും ദൈവം നട്ടിരുന്നു. ആദാം അത് കണ്ടില്ല. ആദാം കണ്ടത് വേദനയുടെ, മരണത്തിൻ്റെ വൃക്ഷം മാത്രമായിരുന്നു. അങ്ങനെ ആ വലിയൊരു വേദന തലമുറയിലേക്ക് അങ്ങനെ കൈമാറി. ഇസ്രായേൽ ജനത പകൽ മുഴുവൻ ദൈവത്തെ ഇങ്ങനെ നിന്ദിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ തലയ്ക്ക് മുകളിലായി സൂര്യനും ഇടയ്ക്കായി വെയിലേൽക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ മഹാത്ഭുതമായ മേഘസ്തംഭം ചുറ്റി അവർ നിന്നിരുന്നു. അതവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. രാത്രികാലങ്ങളിൽ മുഴുവൻ അവർ ദൈവത്തെ നിന്ദിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുതമായ ദീപസ്തംഭം അങ്ങനെ ഇരുട്ടിൽ നിന്നും അവർക്ക് സംരക്ഷണമേകി ചുറ്റി നിന്നിരുന്നു. അവർക്കത് കാണുവാൻ കഴിഞ്ഞില്ല. ആധുനിക മനുഷ്യരുടെ ഇടയിലും ഇതുതന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ വേദനകളെ മാത്രം ഇങ്ങനെ കാണുന്നു. ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെല്ലാം മറന്നുപോകുന്നു. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹാശക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ കാര്യം നമ്മെ സ്വാധീനിക്കും. കൂടുതലും ദുഃഖത്തെക്കുറിച്ചാണോ? എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ ദുഃഖത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കും. നല്ല പ്രതീക്ഷകളും വിശ്വാസവും ആണോ? എന്നാൽ കൂടുതൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും നന്മ ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.